നമസ്കാരം. പ്രധാന വാർത്തകൾ. 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യത്തോടെ നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷതയും ഇന്ന് വെല്ലുവിളി നേരിടുകയാണെന്ന് മന്ത്രി. മലപ്പുറം ജില്ലാ ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്തുവില കൊടുത്തും സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് പതാക ഉയർത്തി മന്ത്രി കെ രാജൻ. അങ്ങാടിപ്പുറത്ത് തുടരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക്. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് വെൽഫെയർ പാർട്ടി. ഒറ്റപ്പാലം വരോട് മേയാൻ വിട്ട പശുക്കൾക്ക് നേരെ ആക്രമണം. 3 പശുക്കളുടെ ജനനേന്ദ്രിയത്തിന് പരിക്കേറ്റു. അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി ഉടമ. ജോലിക്കയറ്റം നേടാൻ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസ്. മണ്ണാർക്കാട്ടെ ലീഗ് നേതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. സഹകരണ വകുപ്പ് പരാതി നൽകാൻ വൈകിയതും അന്വേഷണ പരിധി. മുണ്ടൂർ തൂതാപ്പാതയിൽ കുളക്കാട് വീണ്ടും വാഹനാപകടം. ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ആർക്കും പരിക്കില്ല. വിശദമായ വാർത്തകൾ നോക്കാം. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മഴയെ അവഗണിച്ചും വിപുലമായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചത്. പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി. വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. 79ാം സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായി ആഘോഷിച്ച് രാജ്യം. രാവിലെ ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തി. പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. പരേഡിൽ പോലീസ്, എക്സൈസ് ഉൾപ്പെടെ വിവിധ സേനാവിഭാഗങ്ങളുടെയും സിവിൽ ഡിഫൻസ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയവയുടെയും 29 പ്ലാറ്റൂണുകൾ അണിനിരന്നു. തൃത്താല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി പരേഡ് നയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, ADM കെ സുനിൽകുമാർ, RDO കെ മണികണ്ഠൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പ്രതികൂല കാലാവസ്ഥയിലും സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുത്തവരെ മന്ത്രി അഭിനന്ദിച്ചു. രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം നേടിയെടുത്ത ജനാധിപത്യാവകാശങ്ങളും മതനിരപേക്ഷതയും ഇന്ന് വെല്ലുവിളി നേരിടുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രായപൂർത്തി, വോട്ടവകാശവും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ അടിത്തറയാണെന്നും മന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ജനാധിപത്യവും വളരെ വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. പ്രായപൂർത്തി, വോട്ടവകാശത്തിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ജനങ്ങളുടെ അധികാരത്തിനും സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനുമെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അതിന്റെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുക എന്നത് ജനാധിപത്യം തുടരാൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സ്വാതന്ത്ര്യ സമരം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ വലിയ പാഠം എന്നത് സാമ്രാജ്യത്വം മുമ്പ് കടന്നു വന്നതും സ്വാതന്ത്ര്യം അപഹരിച്ചതും കച്ചവടത്തിന്റെ മറവിലാണ് എന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപത്തിലാണ് ആദ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കടന്നു വന്നത്. കച്ചവടത്തിന്റെ പേരിൽ കടന്നു വന്നത് നമ്മുടെ സ്വാതന്ത്ര്യം അപഹരിക്കുകയാണ് ചെയ്തത്. ഇന്ന് നവസാമ്രാജ്യത്വം ആയുധമാക്കുന്നതും കച്ചവടത്തെയും തീരുവകളെയുമെല്ലാമാണ്. കച്ചവടത്തിന്റെയും തീരുവയുടെയും പേരിൽ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക പരമാധികാരത്തെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലെല്ലാം രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടന്നു. ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവരും പങ്കാളികളായി. കോരിച്ചൊരിയുന്ന മഴയത്ത് ആവേശം ചോരാതെ മലപ്പുറത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തി. MSP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിന് മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. കോരിച്ചൊരിയുന്ന മഴയത്തും ആവേശം ചോരാതെ മലപ്പുറത്ത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ജില്ലാതല സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ മലപ്പുറത്ത് റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു. രാവിലെ 9 മണിയോടെ മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ദേശീയ പതാക ഉയർത്തി. മന്ത്രി വിവിധ സേനകളുടെ മാർച്ച് പാസ്റ്റിന് അഭിവാദ്യം സ്വീകരിച്ചു.
MSP അസിസ്റ്റന്റ് കമാൻഡന്റ് പി ബാബു പരേഡിന് നേതൃത്വം നൽകി. സായുധ പോലീസ് ഇൻസ്പെക്ടർ രജിത് കുമാർ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു. മന്ത്രി കെ രാജൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മതനിരപേക്ഷത എന്നുറപ്പ് അനിവാര്യമാണ്. ആ ഉറപ്പില്ലാതായാൽ മതത്തിൻ്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണകളും ആക്രമണങ്ങളും ക്രൂരമായ നരഹത്യകളും വർദ്ധിക്കുന്നതിന് ഇടയാകും. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ചേ മതിയാകൂ. ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശക്തമായ അടിത്തറയിലാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവമായിരിക്കണമെന്ന് ഭരണഘടനയിൽ അനുശാസിക്കുന്ന കാര്യമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണിത്. എന്നാൽ വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടക്കാനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും അതുവഴി നമ്മുടെ പവിത്രമായ ദേശീയതയെയുമാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഭരണഘടനയെ അട്ടിമറിക്കാമെന്നും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാമെന്നുമുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ല. അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല. ജനാധിപത്യ ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത് ഫെഡറലിസത്തിൻ്റെ സൗന്ദര്യത്തിലാണ്. ശക്തമായ കേന്ദ്രവും സുശക്തമായ സംസ്ഥാനങ്ങളുമാണ് ഫെഡറലിസത്തിൻ്റെ കാതൽ. എന്നാൽ ചില പ്രത്യേക താൽപ്പര്യങ്ങൾ കടന്നു വരികയും ഫെഡറലിസത്തിൻ്റെ കാതലിന് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. പരേഡിൽ സായുധ പോലീസ്, MSP, പ്രാദേശിക പോലീസ്, റിസർവ് പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ പ്ലാറ്റൂണുകൾ അണിനിരന്നു. മലപ്പുറം നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുന്ന പ്രഭാത ബേരിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. രാവിലെ 7:15 സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രഭാത ബേരി പെരിന്തൽമണ്ണ റോഡിലൂടെ MSP പരേഡ് ഗ്രൗണ്ടിലെത്തി. 8:35 സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി കെ രാജൻ പരേഡ് ഗ്രൗണ്ടിലെത്തിയത്. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ വിപുലമായി ആഘോഷിച്ചു. സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS പതാക ഉയർത്തി. റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. സബ് കളക്ടർ അഞ്ജിത് സിംഗ് IAS പതാക ഉയർത്തി. തുടർന്ന് ഒറ്റപ്പാലം പോലീസ്, NCC കേഡറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പതാക വന്ദനം നടത്തി. CM അബ്ദുൾ മജീദ്, ഭൂരേഖ തഹസിൽദാർ C സുനിൽകുമാർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ P സതീഷ്, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ, ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. വ്യത്യസ്തമായൊരു സ്വാതന്ത്ര്യദിനാഘോഷവുമായി മണ്ണാർക്കാട് കോടതിപ്പടിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നിരത്തിലൂടെ പോയ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി പായസം കുടിപ്പിച്ചാണ് ഇവർ യാത്രക്കാരെ പറഞ്ഞയച്ചത്. ഇന്ന് ആഗസ്റ്റ് 15 ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാർ കൊടി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോടതിപ്പടി സ്റ്റാൻഡിലത്തെ അൻവർ സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടി ഉയർത്തിയിട്ടുണ്ട്, പായസം വിതരണം നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു കൂട്ടായ്മയാണത്. ഓട്ടോക്കാരെ എല്ലാവരും കൂടെ കൂടിയിട്ട് എടുക്കുന്നതാണ്. അതില് വർഷഭേദമൊന്നുമില്ല. ജനങ്ങൾക്ക് ചെയ്യുന്നതാണ്, അല്ലെ രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്നതല്ലത്. ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. പോയ എല്ലാ വണ്ടിക്കാർക്കും ഞങ്ങൾ പായസം കൊടുക്കാം. ഓഗസ്റ്റ് 15 ഒരു മധുരം മറ്റുള്ള ജനങ്ങൾക്കും കൂടെ അതൊരു മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെ, 75-ാമത് ജന്മദിനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ കോടതിപ്പടിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ മണ്ണാർക്കാട് ട്രാഫിക് SI അൻവർ പതാക ഉയർത്തി. തുടർന്നായിരുന്നു പായസ വിതരണം. വഴിയാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങളിലും പായസം നൽകിയതിനു പുറമെ വാഹനങ്ങളെയും തടഞ്ഞു നിർത്തി. ഓട്ടോറിക്ഷയിലും കാറിലും ലോറിയിലും ബസ്സിലും പോയവർക്കെല്ലാം തടഞ്ഞു നിർത്തി പായസം നൽകി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം കണ്ടെത്തിയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. സലീം, ഫിഫ, മണി, രാജൻ, അഷ്റഫ്, ഷിഹാബ്, റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെല്ലാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി.
ഒറ്റപ്പാലം വരോട് കോലോത്തുപറമ്പിൽ മേയാൻ വിട്ട പശുക്കൾക്ക് നേരെ ആക്രമണം. പടിഞ്ഞാറ്റുമുറി കരിമ്പനത്തോട്ടത്തിൽ ഹരിദാസിന്റെ 3 പശുക്കളുടെ ജനനേന്ദ്രിയത്തിന് പരിക്കേറ്റു. ബുധനാഴ്ചയാണ് ആക്രമണമുണ്ടായത്. ഉടമ പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പശുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായത്. മേയാനായി വീടിന് സമീപത്തെ പറമ്പിൽ കെട്ടിയിട്ടതായിരുന്നു. പശുക്കളെ അഴിച്ചുകെട്ടാനായി ഹരിദാസൻ എത്തിയപ്പോൾ പശുക്കളെ മാറ്റിക്കെട്ടിയ നിലയിലായിരുന്നു. പശുക്കളെ പരിശോധിച്ചപ്പോൾ 3 പശുക്കളുടെയും ജനനേന്ദ്രിയത്തിൽ നിന്നും രക്തം വരുന്നതായി കാണുകയായിരുന്നു. ഉടൻ തന്നെ വെറ്റിനറി ഡോക്ടറെ സ്ഥലത്തെത്തിച്ച് ചികിത്സ നൽകി. സംഭവം ഞാൻ 1 മണിക്ക് അവിടുന്ന് പയ്യനെ കെട്ടിയിട്ട് പോന്നു. ഭയങ്കര 3-ന് കെട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ പിന്നെ 2 മണിക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പയ്യ് കയറ് കെട്ടിയെടുത്ത് പയ്യില്ല, പക്ഷെ വേറൊരു പറമ്പിൽ കൊടുത്തിട്ട് കെട്ടിയിട്ടാണ് ചെയ്തത്. ഒരു കാട്ടിൽ അങ്ങനെ തേക്കുമ്പോൾ കെട്ടിയിട്ടാണ് അത് കയറ് പൊട്ടിച്ച് പോകുന്നുണ്ട്. പിന്നെ മറ്റേത് അവിടെ ഞാൻ കെട്ടിയെടുത്ത് നിൽക്കുന്നുണ്ട്. അതിന് നല്ല ബ്ലഡും ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നിനെ കാട്ടിലേക്ക് വേറൊരു കാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അതിനെ പിന്നെ ഞാൻ ഈ ചെടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട്. 8 മാസങ്ങൾക്ക് മുമ്പും തൊഴുത്തിൽ കെട്ടിയ പശുവിന് നേരെ സമാനമായ രീതിയിൽ ആക്രമണമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു. 41 വർഷത്തോളമായി ക്ഷീരകർഷകനാണ് ഹരിദാസനും കുടുംബവും. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹരിദാസിന്റെ ഭാര്യ ശാരദ പോലീസിൽ പരാതി നൽകി. ജോലിക്കയറ്റം നേടാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിൽ ലീഗ് നേതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ അംഗവുമായ ഗഫൂർ കോൽക്കളത്തിൽ, മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറിയും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറിയുമായ അബ്ദുൾ റഷീദ് മുത്തനിൽ എന്നിവർക്കെതിരെയാണ് നാട്ടുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. വ്യാജരേഖ ചമച്ചത് ബോധപൂർവമല്ലെന്ന് തെളിയിക്കാൻ കഴിയാതെ വരൽ, വ്യാജരേഖയല്ലെന്ന് വിശ്വസിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളായ IPC 485, 488, 471, 34 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 488 ജാമ്യമില്ലാ വകുപ്പാണ്. 2012 മുതൽ 2014 വരെയുള്ള കാലത്താണ് കേസിനാസ്പദമായി സംഭവം നടന്നിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നേടിയ ജോലിക്കയറ്റം റദ്ദാക്കുകയും ആ കാലയളവിലെ സ്ഥാനക്കയറ്റം ലഭിച്ച തസ്തികയുടെ അധിക ശമ്പളം തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും പോലീസിൽ പരാതി നൽകാതെ 11 വർഷത്തിന് ശേഷമാണ് സഹകരണ വകുപ്പ് പോലീസിൽ പരാതി നൽകുന്നത്. ഇക്കാര്യമെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരുമെന്നും പോലീസ് അറിയിച്ചു. അങ്ങാടിപ്പുറത്ത് വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. ഗതാഗതക്കുരുക്ക് മൂലമുള്ള ദുരിതം സംബന്ധിച്ച പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് സ്വതന്ത്ര സഞ്ചാരത്തെയും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കാനുള്ള അവകാശത്തെയും ഗുരുതരമായി ബാധിക്കുകയാണ്. അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായാൽ അടിയന്തരമായി ചികിത്സ ലഭ്യമാകാതെ ജീവഹാനിക്ക് കാരണമാകുന്നു തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിലാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടും. സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും പരാതിയിൽ വിശദീകരിച്ചു. കഴിഞ്ഞ മാസം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തിരൂർ PWD റെസ്റ്റ് ഹൗസിൽ നടത്തിയ കമ്മീഷന്റെ ക്യാമ്പ് സിറ്റിംഗിൽ ഈ വിഷയം പരിഗണിക്കുകയും പരാതിക്കാരിൽ നിന്ന് കമ്മീഷൻ വിശദീകരണം തേടുകയും ചെയ്തു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി 11/9/2024 മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അത് നിഷേധിക്കപ്പെടുകയാണ് അങ്ങാടിപ്പുറത്ത് സംഭവിക്കുന്നത്. മനുഷ്യന് ജീവഹാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആംബുലൻസുകളടക്കം അവിടെ ബ്ലോക്കായി മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് ദിനേന റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ട മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു. ജോലി ആവശ്യാർത്ഥം പലയിടത്തും എത്താൻ കഴിയാതെ ആളുകൾ പ്രയാസപ്പെടുന്നു. അവിടെ കച്ചവടക്കാരെ സംബന്ധിച്ച് അവിടെ കച്ചവട മേഖല തന്നെ തകർന്നിരിക്കുന്നു. ഇങ്ങനെ മുഴുവൻ അർത്ഥത്തിൽ മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ് അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്കിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പരാതി നൽകിയത്. അതിൽ വളരെ സന്തോഷപൂർവ്വം
സ്തുത്യർഹമായ രീതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്നത് നിങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, പെരിന്തൽമണ്ണയെക്കുറിച്ച് പറയാറുള്ളത് ഹോസ്പിറ്റൽ സിറ്റി എന്നതാണ്. നിരവധി ഹോസ്പിറ്റലുകളുള്ള നഗരമാണ് പെരിന്തൽമണ്ണ. അവിടേക്ക് വരുന്ന ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയാതെ നിരവധി മരണങ്ങൾ അങ്ങാടിപ്പുറത്ത് വെച്ച് നടക്കുന്നു. അതിന് കാരണം അവിടെ ഈ ഗതാഗതക്കുരുക്കാണ്. ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നുള്ളത് ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്നുള്ളതാണ്. അത് നിർമ്മിക്കാൻ ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കലക്ടർ അടക്കമുള്ളവർക്ക് ഈ പരാതിയിന്മേൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുകയാണ്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നിലച്ചിരിക്കുകയാണ്. പദ്ധതി പൂർത്തീകരിക്കപ്പെടാത്തതിനാൽ നാട്ടുകാർക്ക് ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. റെയിൽവേക്ക് അടയ്ക്കേണ്ട തുക നൽകിയിട്ടും പദ്ധതിയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ കമ്മീഷന് മുന്നിൽ വിശദീകരിച്ചു. കമ്മീഷന്റെ ആവശ്യപ്രകാരം ജില്ലാ കലക്ടർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം രേഖാമൂലം പരാതിക്കാർക്ക് നൽകി. എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തന്നെ ബലം നൽകുന്നതാണെന്നും ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു. പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഘം ലക്ഷ്യം വെച്ചത് കോടികൾ. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ആസൂത്രിത നീക്കത്തിലൂടെയാണ് പ്രതികളുടെ പദ്ധതി പൊളിച്ചത്. കേസിലെ മുഖ്യപ്രതികളായ 6 പേരെയും പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കാണ് പാണ്ടിക്കാട് ടൗൺ GMLP സ്കൂളിന് സമീപത്ത് നിന്നും വട്ടിപ്പറമ്പത്ത് ഷമീറിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിച്ചത്. ഉടൻ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ്, പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത് എന്നിവർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് വേണ്ട മേൽനോട്ടം വഹിച്ചു. പെരിന്തൽമണ്ണ, മങ്കട, മേലാറ്റൂർ, കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാരും ജില്ലയിലെ ഡാൻസ് ഓഫ് സ്ക്വാഡും സംഘങ്ങളായി മറ്റു ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ സൂചനകളൊന്നും ലഭിക്കാതിരുന്ന കേസിൽ 1.5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിവന്നതും തട്ടിക്കൊണ്ടുപോയ വാഹനത്തെ കേന്ദ്രീകരിച്ചും വീട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലും ഹംഷീർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുള്ളവരുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കൂടാതെ തട്ടിക്കൊണ്ടുപോയ ഇന്നോവ കാറിനെ കേന്ദ്രീകരിച്ചും ഒരു സംഘം അന്വേഷിച്ച് ചാവക്കാട് ഭാഗത്തുള്ള ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും പാണ്ടിക്കാട് നിന്നും കയറ്റി രാത്രിയിൽ ചാവക്കാട് ഭാഗത്ത് ബീച്ചിൽ കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ വന്നതോടെ വാഹനം മാറ്റി അവിടെ നിന്ന് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ജില്ല വിട്ടതായും കൊല്ലം ഭാഗത്തുള്ള ഏതോ രഹസ്യകേന്ദ്രത്തിൽ ഉള്ളതായും തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതിയാണെന്നും പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചു. തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് അതിർത്തി ജില്ലകളിലെ പോലീസ് മേധാവിമാർക്കെല്ലാം വിവരം കൈമാറുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തു. കൂടാതെ മലപ്പുറത്ത് നിന്നുള്ള ഒരു സംഘം കൊല്ലം ഭാഗത്ത് പ്രതികളുമായി ബന്ധമുള്ള ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ പ്രതികളുടെ താവളത്തെക്കുറിച്ച് സൂചന ലഭിക്കുകയും ചെയ്തു. പ്രതികളുടെ സംഘത്തിൽ കൊലക്കേസ് പ്രതികളും വധശ്രമക്കേസ് പ്രതികളും ഉണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. പോലീസ് പിറകെയുള്ള വിവരം അറിഞ്ഞാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ഷമീറിനെ അപായപ്പെടുത്തി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞില്ല. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണെന്ന് സൂചന ലഭിച്ച പ്രത്യേക അന്വേഷണ സംഘം പുനലൂർ തെന്മല റൂട്ടിൽ വെച്ച് പ്രതികളുടെ വാഹനത്തിന് വിലങ്ങിട്ട് അതിസാഹസികമായാണ് ഷമീറിനെ മോചിപ്പിച്ചത്. പ്രതികളെ പിടികൂടുകയും ചെയ്തു. ചാവക്കാട് മണത്തല സ്വദേശി പണിക്കവീട്ടിൽ ഹംഷീർ, പൊന്നാനി വെളിയംകോട് സ്വദേശി അഫ്സൽ, ചാവക്കാട് സ്വദേശി തെരുവത്ത് വെളിയംകോട് വീട്ടിൽ ഫയാസ്, ചാവക്കാട് പുത്തൻ കടപ്പുറം സ്വദേശി പുതുവീട്ടിൽ ഷംസീർ, കൊട്ടാരക്കര തലച്ചിറ സ്വദേശി മുഹമ്മദ് നയീഫ്, കൊട്ടാരക്കര തലച്ചിറ സ്വദേശി മൊട്ടക്കൽ ചാരുവിള വീട്ടിൽ ഷഹീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ കൂടാതെ സഹായങ്ങൾ നൽകിയ 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതിയാണ് പോലീസിന്റെ കൃത്യമായ ആസൂത്രണത്തിലൂടെ പൊളിഞ്ഞത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത്, കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VM. ജയൻ, മേലാറ്റൂർ ഇൻസ്പെക്ടർ AC. മനോജ് കുമാർ, മങ്കട ഇൻസ്പെക്ടർ അശ്വത്ത്, പെരിന്തൽമണ്ണ
സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുമേഷ് സുധാകരൻ, പാണ്ടിക്കാട് SI ഷംസുദ്ദീൻ, ASI ഉണ്ണികൃഷ്ണൻ, SCPO ശശികുമാർ എന്നിവരും ജില്ലയിലെ പെരിന്തൽമണ്ണ, മലപ്പുറം, തിരൂർ, നിലമ്പൂർ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കുളക്കാട് ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ആന്ധ്രയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഉണക്കമുളക് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച വൈകിട്ട് 3:30യോടെയാണ് അപകടമുണ്ടായത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കുളക്കാട് വളവിലാണ് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ആന്ധ്രാപ്രദേശിൽ നിന്നും കോഴിക്കോട് കൊയിലാണ്ടിയിലേക്ക് ഉണക്കമുളക് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത്. തിരുവഴിയോട് ഭാഗത്തു നിന്നും ഇറങ്ങി വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ക്രെയിൻ എത്തിച്ച വാഹനം റോഡിന്റെ വശത്തേക്ക് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ലോറിയിലെ ചരക്ക് നീക്കിയാലേ ലോറി ഉയർത്താനാകൂ. നവീകരിച്ച 4-വരി പാതയിൽ സ്ഥിരം അപകട മേഖലയായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശം. കൊപ്പം പ്രഭാപുരത്ത് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രഭാപുരം വെള്ളാഞ്ചേരി കുന്നത്ത് വീട്ടിൽ ഗിരീഷിനെയാണ് സമീപത്തെ തോട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് മുതൽ യുവാവിനെ കാണാതായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ SDPI ചെർപ്പളശ്ശേരിയിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിച്ചു. SDPI ആറന്മുള മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദ് ചെങ്ങന്നൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക, സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യവുമായാണ് SDPI സംസ്ഥാന കമ്മിറ്റി ക്യാമ്പയിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരിയിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിച്ചത്. വൈകിട്ട് 4:30 ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി SDPI ആറന്മുള മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദ് ചെങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു രാജ്യം ഇവിടെ ഉണ്ടാകണം. അവന്റെ വിചാരധാര പറയുന്ന പോലെ ആ ഹിന്ദുത്വ രാജ്യത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ ഇന്ത്യയിലെ മുസ്ലിമുകളാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ രണ്ടാമത്തെ ശത്രുക്കൾ അത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ ശത്രുക്കൾ അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളാണ്. അങ്ങനെ ഇന്ത്യയിലെ ഒന്നാമത്തെ ശത്രുക്കളായ ഹിന്ദുത്വ രാഷ്ട്രത്തിന് ശത്രുവായ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും, രണ്ടാമത്തെ ശത്രുവായ ഇന്ത്യയിലെ ക്രിസ്ത്യാനിയും, മൂന്നാമത്തെ ശത്രുവായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെയുള്ള ശത്രുക്കൾ ഇല്ലാതെയായാൽ പിന്നൊരു രാജ്യം ഇവിടെ ഉണ്ടായി വരും. RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയില് ഈ രാജ്യം സ്വതന്ത്രമായി ചർച്ച ചെയ്യണം. ഇത് എവിടെയെങ്കിലും RSS രഹസ്യമായി പറഞ്ഞ കാര്യമല്ല. ഇതേതെങ്കിലും RSSന്റെ ശാഖാ മീറ്റിംഗില് RSS ആരും കേൾക്കാതെ ചെവിയിൽ നിന്ന് വായിലേക്ക്, വായിൽ നിന്ന് ചെവിയിലേക്ക് രഹസ്യമായി പറഞ്ഞതല്ല. മറിച്ച് അവരുടെ ബെഞ്ച് ഓഫ് തോട്ട് എന്ന RSSന്റെ ബൈബിളായ RSSന്റെ വേദഗ്രന്ഥമായ ബെഞ്ച് ഓഫ് തോട്ടിൽ പരസ്യമായി എഴുതിയിട്ട് ഇതാണ് ഞങ്ങളുടെ ആപ്തവാക്യം, ഇതാണ് ഞങ്ങളുടെ ആപ്തവാക്യം എന്ന RSSന്റെ നേതാക്കന്മാരെ 1000 വട്ടം അണമുറിയാതെ പറയുന്ന ഈ പ്രത്യശാസ്ത്രത്തിന് വേണ്ടിയാണ്, ഈ ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്ത് നിന്ന് RSS പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ സംസ്ഥാനത്ത് 300-ലധികം കേന്ദ്രങ്ങളിലാണ് SDPI ആസാദി സ്ക്വയർ പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ ബ്രാഞ്ച്, പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ, മണ്ഡലം കമ്മിറ്റി അംഗവും ഷൊർണൂർ മുനിസിപ്പൽ കൗൺസിലറുമായ TM മുസ്തഫ, മണ്ഡലം സെക്രട്ടറി റഹീം വീട്ടിക്കാട്, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഹംസ തൂത തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു. മുതല പെരുമുടിയൂർ കരിയത്തോട്ടത്തിൽ വീട്ടിൽ ഷാജുവാണ് അറസ്റ്റിലായത്. 4 ലിറ്റർ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യവും 680 രൂപയും പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു. സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. കൊടുമുണ്ടയിൽ റോഡരികിൽ വെച്ചായിരുന്നു ഇയാൾ മദ്യവിൽപ്പന നടത്തിയത്. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AR രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപ് രാജ്, സാം ജോസ്, ഉണ്ണി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാടിൻ്റെയും നാട്ടുകാരുടെയും ഐക്യവും സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കാനുള്ള സന്ദേശങ്ങളുമായി ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റ് പ്രവർത്തകർ രംഗത്തിറങ്ങി. K. പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ജനാധിപത്യം, മതനിരപേക്ഷത, അഖണ്ഡത എന്നിവ നിലനിർത്താനുള്ള ആശയങ്ങൾ പോസ്റ്ററുകളായി പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിലാണ് ലൈബ്രറി സീറ്റ് പ്രവർത്തകർ ഒത്തുകൂടിയത്. ഇന്ത്യൻ ജനതയെ പലതായി വിഭജിച്ച് വേർതിരിച്ചു കാണാൻ, ജനകീയ ആവശ്യങ്ങൾക്കപ്പുറം വിദ്വേഷങ്ങൾ വളർത്താൻ കേന്ദ്ര ഭരണാധികാരികൾ അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ജനമനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള ഇത്തരം ആശയ പ്രചരണ പരിപാടികൾ സമൂഹത്തിലാകെ ഉയർന്നു വരേണ്ടതുണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത K. പ്രേംകുമാർ MLA പറഞ്ഞു. പുല്ലുവില കൽപ്പിക്കുന്ന ഒരു പൊതു അന്തരീക്ഷം
നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കാനും രാജാവ് നഗ്നനാണെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കാനുമുള്ള ഒരു സമൂഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലായിട്ടാണ് ഇത്തരം കൂട്ടായ്മകളെയും അതിലൂടെ ഉയർന്നു വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇത്തരം ആഘോഷ പരിപാടികളെയും നമുക്ക് കാണാനാവും. സി രാധാകൃഷ്ണൻ, എ പി കേലു എന്നിവർ സംസാരിച്ചു. എം സുകുമാരൻ, എം കെ ദേവി, എ എസ് മധു, എം കെ ദ്വാരകാനാഥൻ എന്നിവർ നേതൃത്വം നൽകി. പെരിന്തൽമണ്ണയിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും പി പി ജാനകിക്കുട്ടി സ്മാരക ട്രസ്റ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയ 2025 പി പി ജാനകിക്കുട്ടി സ്മാരക കവിതാ പുരസ്കാരത്തിന് പി വിഷ്ണുപ്രിയയുടെ ഇണക്കമുള്ളവരുടെ ആദി എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 23 പെരിന്തൽമണ്ണ അസ്ലം മാളിൽ നടക്കുന്ന ജാനകിക്കുട്ടി അനുസ്മരണ ചടങ്ങിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം സമർപ്പിക്കും. കാസർഗോഡ് സ്വദേശിയാണ് വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ പിയുടെ ഇണക്കമുള്ളവരുടെ ആദി എന്ന കവിതാ സമാഹാരം പുതുകാലത്തിൻ്റെ ബോധ്യങ്ങളെ തെളിച്ചത്തോടെയും വ്യതിരിക്തതയോടെയും ആവിഷ്കരിക്കുന്നതാണെന്ന് വിധിനിർണയം നടത്തിയ സി വാസുദേവൻ, ഇ കെ ഷാഹിന, പി എസ് വിജയകുമാർ എന്നിവർ അഭിപ്രായപ്പെട്ടു. വേറിട്ട ഭാഷയും ഭാവുകത്വവും കൊണ്ട് ജീവിതത്തിൻ്റെ ആദികളെ നോക്കിക്കാണുന്ന ഇണക്കമുള്ളവരുടെ ആദി എന്ന കൃതി ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുന്നതായി വിധികർത്താക്കൾ അറിയിച്ചു. 10,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 23 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പെരിന്തൽമണ്ണ അസ്ലം മാളിൽ പുരോഗമന കലാസാഹിത്യ സംഘവും പി പി ജാനകിക്കുട്ടി ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന ജാനകിക്കുട്ടി അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാന സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവകവിയും ചിത്രകാരിയും ആർക്കിടെക്ചറുമായ വിഷ്ണുപ്രിയ കാസർഗോഡ് ജില്ലയിലെ അമ്പലത്തറയിൽ വി ബാലകൃഷ്ണൻ്റെയും പി വത്സലയുടെയും മകളാണ്. 2014 കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ ഇൻസ്പയർ അവാർഡ്, 2021 മാതൃഭൂമി വിഷുപ്പതിപ്പ് കവിതാ പുരസ്കാരം, 2022 മാധ്യമം യുവ കവിതാ പുരസ്കാരം, 2024 തനിമ സാഹിത്യ പുരസ്കാരം, 2025 അഴീക്കൽ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാരം, സംഘശബ്ദം കവിതാ പുരസ്കാരം, അങ്കണം കവിതാ സമ്മാനം തുടങ്ങിയ വിവിധ പുരസ്കാരങ്ങൾ വിഷ്ണുപ്രിയ നേടിയിട്ടുണ്ട്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ സംസ്ഥാനതല അവാർഡ് നേടിയ മണ്ണാർക്കാട് പെരുമ്പടാരി സെൻറ് ഡൊമിനിക് സ്പെഷ്യൽ സ്കൂളിൽ കൃഷിവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരെത്തി. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകളിൽ സ്പെഷ്യൽ സ്കൂളുകളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനമാണ് സെന്റ് ഡൊമിനിക്കിന് ലഭിച്ചത്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖപ്രസാദ്, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ വി ജി ഹരീന്ദ്രൻ, പി എൻ രാജു, അസിസ്റ്റന്റ് ഡയറക്ടർ പി ഗിരിജ, സിന്ധു, സെബിമോൾ, അൻവർ എന്നിവർ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തിക്ക് പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. മാതൃകാപരമായ പ്രവർത്തനമാണ് സ്കൂൾ അധികൃതർ നടത്തിയതെന്നും പ്രവർത്തനം തുടരണമെന്നും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖപ്രസാദ് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ 2024 സർക്കാരിൻ്റെ സ്പെഷ്യൽ സ്കൂൾ കാറ്റഗറിയിൽ നമ്മുടെ സ്കൂളിന് സംസ്ഥാന സർക്കാരിൻ്റെ 2ാമത്തെ സമ്മാനം കിട്ടിയതിൽ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത്. ഇവിടെ നമ്മുടെ ഈ ഹോസ്റ്റലിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതും മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ ആക്ച്വലി ഇതിൻ്റെ അവാർഡ് വെരിഫിക്കേഷൻ വന്നത് തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥന്മാരാണ് വന്ന് നോക്കിയത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നടത്തിയ കഠിനാധ്വാനമാണ് ഈ അംഗീകാരമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഗിരിജ പറഞ്ഞു. സെൻറ് ഡൊമിനിക് സ്പെഷ്യൽ സ്കൂൾ കുറേ വർഷങ്ങളായിട്ട് പച്ചക്കറി കൃഷി, അതേപോലെ പലവൃക്ഷ കൃഷി എല്ലാം ചെയ്തു വരുന്ന ഒരു സ്കൂളാണ്. അവർ അവാർഡിന് വേണ്ടിയിട്ടൊന്നും അല്ല ഈ കൃഷി ചെയ്യുന്നത്. കുട്ടികളുടെ ലൈഫ് സ്കിൽസ് എല്ലാം വികസിപ്പിക്കാനും കുട്ടികളിൽ കാർഷികമായിട്ടുള്ള അഭിരുചി വർദ്ധിപ്പിക്കാനും അതേപോലെ അവർ പൊതുധാരയിലേക്ക് ഉള്ള ജീവിത ഉപാധികൾ, അവരുടെ മാനസികമായ വളർച്ച തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാനും കൂടിയാണ് ടീച്ചേഴ്സ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും ചേർന്നു എന്നുള്ളതാണ്. അവരെ പല പ്രാവശ്യമായിട്ട് നമുക്ക് അവാർഡിന് പരിഗണിക്കണം എന്നുള്ളതുണ്ടെങ്കിലും ഈ പ്രാവശ്യമാണ് ആദ്യമായി ഇങ്ങനെയൊരു സ്പെഷ്യൽ സ്കൂൾ കാറ്റഗറി വന്നതും നമ്മളതിനു വേണ്ടി അവരെ ശുപാർശ ചെയ്തതും. അത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനം കിട്ടിയതിൽ ഏറെ അഭിമാനിക്കുന്നു. തങ്ങളുടെ മക്കളുടെ പ്രവൃത്തിക്ക് ലഭിച്ച അംഗീകാരം വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി പറഞ്ഞു. തങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണിതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. നന്നായി ഞങ്ങളെല്ലാ കുട്ടികളും ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും ഇതിൽ ഒത്തിരി ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷം. ഞങ്ങളുടെ ഈ അവാർഡിനായിട്ട് പരിഗണിച്ചതിന് ഞങ്ങളുടെ മണ്ണാർക്കാട് കൃഷി ഓഫീസറെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ
മുന്നോട്ട് കൃഷിയെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ കാലത്ത് വിഷരഹിത പച്ചക്കറി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ജൈവവളം ഉപയോഗിച്ച് മാത്രം പച്ചക്കറി കൃഷി ചെയ്ത് ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സമൃദ്ധമായ രീതിയിൽ ഭക്ഷണം നൽകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. പ്രത്യേക പരിഗണന ആവശ്യമായ 153 കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ കുട്ടികളുടെ ഉന്നമനത്തിനും സമഗ്രമായ വളർച്ചയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും മാനസികോല്ലാസത്തിനും പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ആവശ്യമായ ലൈഫ് സ്കിൽ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർഷിക മേഖലയിൽ കുട്ടികളെ പങ്കാളികളാക്കി കൃഷി നടത്തിയത്. പച്ചക്കറി, ഫലവൃക്ഷങ്ങൾ, മൃഗപരിപാലനം, ഔഷധ സസ്യങ്ങൾ, മീൻ വളർത്തൽ എന്നിങ്ങനെ സംയോജിത കൃഷിരീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. മഴവെള്ള സംഭരണ കൃഷിക്ക് പ്രയോജനപ്പെടുത്തി കൃഷിയുടെ ഓരോ വളർച്ചാഘട്ടങ്ങളെയും പൂർണ്ണമായും ജൈവവള പ്രയോഗമാണ് നടത്തുന്നത്. പച്ചക്കറി കമ്പോസ്റ്റ്, ബയോഗ്യാസ് സ്ലറി, ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, മീൻ വളർത്തുന്ന ടാങ്കിൽ നിന്നുള്ള വെള്ളം എന്നിവ കൃഷിക്ക് ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തരം പഴങ്ങളും പച്ചക്കറികളും, മുയൽ, മത്സ്യം, കോഴി തുടങ്ങിയവയും ഉണ്ട്. വിളവെടുക്കുന്ന കൃഷി കുട്ടികളുടെ ഭക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സിസ്റ്റർ റോസ്മി പറഞ്ഞു. ചേമ്പുണ്ട്, കൂവയുണ്ട്, വാഴയുണ്ട്, കോവലുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റിനുണ്ട്, ഇരുമ്പമ്പുളിയുണ്ട്, പിന്നെന്താ ലൂബിക്കുണ്ട്. ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾക്കിവിടെ. പിന്നെ കറ്റാർ വാഴയുണ്ട്, മരുന്ന് ഐറ്റംസിൽ കറ്റാർ വാഴയുണ്ട്, പനിക്കൂർക്കയുണ്ട്, മുറികൂട്ടിയുണ്ട്, കച്ചോലുണ്ട്, മുയലുണ്ട്, കോഴിയുണ്ട്, വാത്തയുണ്ട്. മുയലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടില്ലാത്ത സൗകര്യത്തിൻ്റെ ഒരു അഭാവം മാത്രമേ ഉള്ളൂ. പിന്നെ കോഴികളായാലും 10-35 കോഴികളുണ്ട്. പിന്നെ വാഴ, എല്ലാ കൃഷികളും നന്നായിട്ട് നടത്താനായിട്ട് പിള്ളേരും കൂടെ സഹായിക്കും. ഞങ്ങളും കൂടെ കൂടിച്ചേർന്ന് എല്ലാവരും കൂടെ, കാരണം കുട്ടികൾക്ക് തന്നെ ആവുമ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ നമ്മളും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ, ടീച്ചേഴ്സായാലും ഭയങ്കര ഹാപ്പിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഓരോ ക്ലാസ്സുകാർ മാറി മാറി വന്നിട്ട് പച്ചക്കറി കൃഷികൾ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇത് എന്നിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഉപയോഗിക്കുന്നത് നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് സ്കൂളിലേക്ക് തന്നെ എല്ലാ കുട്ടികളും മുരിങ്ങാക്കോല് കുറേ ഉണ്ടാവും. പിന്നെ ചേമ്പ്, ചേന, അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് തന്നെ ഇവിടെ സ്കൂളിൽ ഡെയിലി ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ ഡെയിലി ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കും. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ ഒന്നും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങില്ല, ഒക്കെ ഇവിടെ നിന്ന് തന്നെ ഉപയോഗിക്കും. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. 11 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളിലൊന്നായ ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും കർക്കിടക മാസം നടത്തിവരാറുള്ള ആനയൂട്ടും പ്രത്യക്ഷ ഗണപതി ഹോമവുമാണ് നടന്നത്. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ക്ഷേത്രം തന്ത്രി പനാവൂർ കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് മീറ്റ്ന രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളവും അരങ്ങേറി. 10 മണിക്ക് 11 ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആനയൂട്ട് നടന്നു. വ്യാഴാഴ്ച വിളക്കുവെപ്പ്, മെഗാ തിരുവാതിരക്കളി, പാലപ്പുറം നാരായണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം എന്നിവയുമുണ്ടായി. 100 കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ആനയൂട്ട് കമ്മിറ്റി പ്രസിഡന്റ് AR രാജേഷ് പറഞ്ഞു. ചിനക്കത്തൂർ ക്ഷേത്രത്തിൽ ഈ വർഷം 11 ആനകളുമായിട്ട് കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി നടന്നിരിക്കുകയാണ്. സഹസ്രം വരുന്ന ഭക്തജനങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് തട്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗോൾഡ് മെഡൽ നേടിയ പി നിമയെ ഒറ്റപ്പാലം നഗരസഭ അനുമോദിച്ചു. ചെയർപേഴ്സൺ കെ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയ വരോഡ് സ്വദേശിനി പി നിമയെയാണ് ഒറ്റപ്പാലം നഗരസഭ അനുമോദിച്ചത്. നഗരസഭ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉപഹാരം നൽകി ആദരിച്ചു. ഇത് പങ്കെടുക്കുവാനും അത് മാത്രമല്ല ഇത് കൊണ്ട് നടത്തുവാനുമാവണം. ഇന്ന് നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എല്ലാവരും യോഗയിലേക്ക് തിരിയുന്നൊരു കാലത്താണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇവിടെ നമുക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു നിമയിലൂടെ നമുക്ക് അത് നമ്മുടെ കേരളത്തിൽ മൊത്തം നമുക്ക് വ്യാപിപ്പിക്കാം. ഇന്ന് നമുക്ക് അത്യാവശ്യമായ ജീവിതശൈലിയിൽ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് യോഗയും അത്യാവശ്യമായി വന്നിരിക്കുക. അപ്പോൾ ആ ഒരു യോഗയെ അതേ അർത്ഥത്തിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ നിമയിലൂടെ നമ്മുടെ പ്രദേശത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്തായാലും യോഗ ഒരു ഭാഗമായി കാണുകയും അതിനെ ലോകത്തിൽ തന്നെ സ്വർണ്ണ മെഡൽ വാങ്ങുന്നതിന് വേണ്ടി മുന്നിലെത്തുകയും ചെയ്ത നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ അബ്ദുൾ നാസർ, ടി ലത, ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ സബിത മണികണ്ഠൻ, പി കല്യാണി, അമീന സമീർ എന്നിവർ സംസാരിച്ചു. മരോട് പള്ളിയേലിൽ വീട്ടിൽ ഷെമിയും റെഹാനത്ത് ദമ്പതികളുടെ മകളാണ് നിമ. മരോട് KPS MM VHS സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ്. കടമ്പളിപ്പുറത്ത് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പറക്കുണ്ടിൽ സുദേവി ഉൾപ്പെടെ 30ഓളം CPM പ്രവർത്തകർ കൂട്ടത്തോടെ BJPയിൽ ചേർന്നു. BJP 14-ാം വാർഡ് സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ, ശ്രീശ്വരം മണ്ഡലം പ്രസിഡന്റ് നിഷാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ, കടമ്പളിപ്പുറം ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ രവി കമ്പപ്പറമ്പിൽ, സന്തോഷ്, സൂരജ് തൊട്ടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രൻ 89 വോട്ട് പരാജയപ്പെട്ടു. മാധ്യമങ്ങളൊന്നും വലിയ കാര്യമായി ചർച്ച ചെയ്തില്ല. ഇപ്പോഴും ഈ വോട്ട് വിവാദം ഉണ്ടായപ്പോൾ ഇന്നലെ സുരേന്ദ്രൻ ചോദിച്ചു, 89 വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്, അതിൽ 80 വോട്ടും കള്ളവോട്ട് ചെയ്തെന്ന് തെളിയിക്കാൻ പറ്റി. ബാക്കിയുള്ള വോട്ടുകളെ കുറിച്ച് അവിടെ അതിൻ്റെ എന്താ പറയുക, കോടതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, വാദം നടക്കുമ്പോഴേക്കും ജയിച്ച MLA മരണപ്പെട്ടു. പിന്നെ കേസ് നടത്തിയിട്ട് കാര്യമില്ല. പിന്നെ ബൈ-ഇലക്ഷൻ പിന്നീടുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ കേസ് വിഡ്രോ ചെയ്തത്. മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ഉദ്ഘാടനം ചെയ്തു. അർബൻ ഗ്രാമീൺ കോർപ്പറേറ്റ് ഓഫീസ് പരിസരത്ത് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്മരിക്കാനും അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാനും നമ്മൾ ഓരോ പൗരന്മാരും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഓർമ്മപ്പെടുത്താനും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അജിത് പാലാട്ട് പറഞ്ഞു. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സാഹോദര്യവും സമത്വവും എല്ലാം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കും വരും തലമുറയ്ക്കും കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അതുപോലെ നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ, മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ, നല്ല രീതിയിൽ വരും തലമുറയ്ക്ക് കൈമാറാനും ഇതുപോലെ എല്ലാ അന്തസത്തയോടും കൂടി അത് കൈകാര്യം ചെയ്യുവാനും അത് കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും വരും തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം. നമുക്കറിയാം, ഇന്ന് രാജ്യത്തിൻ്റെ പല മേഖലകളിലും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും പല മേഖലകളിലും പല തരത്തിലുമുള്ള നമ്മൾ കേൾക്കുന്നുണ്ട്. പല ന്യൂസുകളിലും ചാനലുകളിലും അല്ലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്കറിയാം, ജാതിപരമായും അല്ലെ ജാതി വർഗ വിവേചനത്തിൻ്റെയൊക്കെ പേരിൽ എല്ലാ മേഖലകളിലും വിവേചനങ്ങൾ നേരിടുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ എല്ലാ അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നല്ലൊരു പുതുതലമുറയെ വാർത്തെടുത്ത് ഈ പറയുന്ന സന്ദേശമെല്ലാം അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. UGS ഗ്രൂപ്പ് PRO ശ്യാംകുമാർ സ്വാഗതം പറഞ്ഞു. UGS ഗ്രൂപ്പ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, ഓപ്പറേഷൻസ് മാനേജർ രാജീവ്, സെയിൽസ് മാനേജേഴ്സായ ശാസ്ത്രപ്രസാദ്, ഷമീർ അലി, ഫിനാൻസ് മാനേജർ ഹരീഷ്, HR മാനേജർ ആനു മാത്യു, ഓഡിറ്റർ ഫൈസൽ അലി, വിവിധ ബ്രാഞ്ച് മാനേജർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. UGSന്റെ വിവിധ ബ്രാഞ്ചുകളിലെ നിരവധി കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് പായസ വിതരണവും നടത്തി. ഒരു ചെറിയ ഇടവേള കൂടി.
മറ്റു വാർത്തകൾ നോക്കാം. ഷോർട്ട് ന്യൂസ് കാണാം ഇനി. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ചെർപ്പളശ്ശേരി യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തി. ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ. രാവിലെ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഉണ്ണിയൻകുട്ടി അധ്യക്ഷനായി. സേതുമാധവൻ, ഓണററി ക്യാപ്റ്റൻ വിജയരാഘവൻ, ഷീല ടീച്ചർ, രാജഗോപാൽ വി, ഉണ്ണികൃഷ്ണൻ TM, രാധാബായി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായി. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി K. സേതുമാധവൻ, സെക്രട്ടറിയായി PK വാസുദേവൻ, വനിതാ ഫോറം പ്രസിഡന്റായി രാധാബായി ടീച്ചർ, സെക്രട്ടറിയായി പ്രേമലത ടീച്ചർ എന്നിവരെ തിരഞ്ഞെടുത്തു. വ്യായാമ കൂട്ടായ്മയായ MEC7 ഓങ്ങല്ലൂർ സെന്റർ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. NCC കേരള 28 ബറ്റാലിയൻ റിട്ടയർഡ് സുപ്പീരിയന്റന്റ് PT മോഹൻദാസ് ദേശീയ പതാക ഉയർത്തി. പട്ടാമ്പി മേഖലാ കോർഡിനേറ്റർ സൈദലവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലപ്പുറം ജില്ലാ ചീഫ് ട്രെയിനർ അബ്ദുൽ ഗഫൂർ, ഓങ്ങല്ലൂർ സെന്റർ കോർഡിനേറ്റർ ഉസ്മാൻ മാട്ടുങ്ങൽ, ട്രെയിനർ അൻവർ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. MEC7 പൊയിലൂർ യൂണിറ്റിലുള്ളവരും പങ്കെടുത്തു. പായസ വിതരണവും ഉണ്ടായി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരിപാടി. INL സ്വാതന്ത്ര്യദിനത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ സേഠ് സാഹിബ് സെന്ററിൽ വെച്ച് പ്രതിജ്ഞാ സംഗമം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദു അച്ചിപ്ര പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് അൻവർ കൊമ്പം പ്രതിജ്ഞ ചൊല്ലി നൽകി. INL സംസ്ഥാന കൗൺസിൽ അംഗവും നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷററുമായ KV അമീൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഫീഖ് കാട്ടുകുളം, ഷിഹാബ് മൈലാമ്പാടം, ഉസ്മാൻ VT, മുഹമ്മദ് കുട്ടി, റിയാസ് കൊമ്പം എന്നിവർ പങ്കെടുത്തു. വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട് ദേശീയ പതാക ഉയർത്തി. പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നേതാക്കളായ അബ്ദുഹാജി കോമഞ്ചേരി, മൻസൂർ ചൂരക്കോട്, M. വിജയകുമാർ, VM മുസ്തഫ, T. നസറുദ്ദീൻ, CK ഉബൈദ്, കളത്തിൽ അഷ്റഫ്, അസീസ് പ്ലാച്ചിക്കോട്, T. സഹദുള്ള, രവി മേനകത്ത്, P. അബ്ദുൽ ഖാദർ, N. ഗണേഷ്, ബിന്ദു സന്തോഷ്, താഹിർ കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ പേങ്ങാട്ടി സെന്ററിൽ ദേശീയ പതാക ഉയർത്തി. KP അച്യുതൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KMK ബാബു അധ്യക്ഷത വഹിച്ചു. മൂസ പേങ്ങാട്ടി, ജനാർദ്ദനൻ പട്ടിശ്ശേരി, റസാഖ് എഴുവന്തല തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി ഉണർവ് ഡേ കെയർ സെന്ററിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരി SI V. ജയൻ പതാക ഉയർത്തി. കുട്ടികളുടെ ബാൻഡ് മേളം ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും പായസ വിതരണവും നടന്നു. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റ് ഭാരവാഹികൾ കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം ചെയ്തു. ബാംഗ്ലൂരിലെ കേരള സമാജം ഉണർവിലെ കുട്ടികൾക്ക് വേണ്ടി നൽകിയ ബാഗ് വിതരണവും ചടങ്ങിൽ നടന്നു. അമേരിക്കയുടെ കയറ്റുമതി തീരുവ വർധനവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട് CPIM ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം B. രാജേഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MK ദേവി, O. മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 10% നികുതി അമേരിക്കയുടെ പ്രസിഡന്റ് ചുമത്തുകയാണ്. അത് കുരുമുളകിൽ മാത്രം നിൽക്കില്ല, തേയില, കാപ്പി തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കേരളവും ഇന്ത്യയും പഞ്ചസാര ഉൾപ്പെടെ നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾക്ക് ഒറ്റയടിക്ക് 50% നികുതി കൂട്ടുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നം തന്നെ വാങ്ങണം വില കൂടിയിട്ട് എന്ന് അമേരിക്കയിലുള്ളവർക്ക് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കയറ്റുമതി കുറയും. കയറ്റുമതി കുറയുമ്പോൾ ഇവിടെ ഉൽപ്പന്നം കെട്ടിക്കിടക്കും. ഉൽപ്പന്നം കെട്ടിക്കിടക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന വില നമ്മുടെ നാട്ടിലെ കർഷകന് കിട്ടാതാവും. ഇതാണ് യാഥാർത്ഥ്യം. ഈ വസ്തുത ജനങ്ങളോട് പറയാൻ. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഇന്ത്യയുടെ ഗവൺമെന്റ് നിങ്ങൾ ഇങ്ങനെ 50% നികുതി ചുമത്തുമ്പോൾ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 145 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ ഇന്ത്യയിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാൾ അധികം വിൽപ്പന നടക്കുന്ന ഇന്ത്യയിലെ കേരളത്തിന്റെ ജനസംഖ്യയുള്ള രാജ്യങ്ങളുണ്ട്. UP ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ഒട്ടുമിക്കതും. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന, അമേരിക്ക ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു ചന്ത മാത്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയാണ് നരേന്ദ്രമോദി. വാണിയംകുളം പുലാച്ചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ രാമായണ പാരായണ മത്സരം നടന്നു. തുടർന്ന് 11 മണിക്ക് രാമായണ കഥ ആസ്പദമാക്കി പുലാച്ചിത്ര വനിതാ വേദി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എം.പി. രാജേഷ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യത്തോടെ നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങളും മതനിരപേക്ഷതയും ഇന്ന് വെല്ലുവിളി നേരിടുകയാണെന്ന് മന്ത്രി. മലപ്പുറം ജില്ലാ ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്തുവില കൊടുത്തും സംരക്ഷിക്കേണ്ടതുണ്ടെന്ന് പതാക ഉയർത്തി മന്ത്രി കെ രാജൻ. അങ്ങാടിപ്പുറത്ത് തുടരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക്. മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് വെൽഫെയർ പാർട്ടി. ഒറ്റപ്പാലം വരോട് മേയാൻ വിട്ട പശുക്കൾക്ക് നേരെ ആക്രമണം. 3 പശുക്കളുടെ ജനനേന്ദ്രിയത്തിന് പരിക്കേറ്റു. അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി ഉടമ. ജോലിക്കയറ്റം നേടാൻ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസ്. മണ്ണാർക്കാട്ടെ ലീഗ് നേതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. സഹകരണ വകുപ്പ് പരാതി നൽകാൻ വൈകിയതും അന്വേഷണ പരിധി. മുണ്ടൂർ തൂതാപ്പാതയിൽ കുളക്കാട് വീണ്ടും വാഹനാപകടം. ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ആർക്കും പരിക്കില്ല.